സൂറത്ത് യാസീനിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ച ഒരു അത്ഭുതം നിങ്ങൾക്കറിയുമോ? 40-ാമത്തെ ആയത്ത് ലശംസു യംബഗീ ലഹാ എന്ന് തുടങ്ങി കുല്ലുൻ ഫീ ഫലക്കി യസ്ബഹൂൻ എന്ന് അവസാനിക്കുന്ന ആയത്ത്. അതിൽ 3 പദങ്ങളുണ്ട്. കുല്ലുൻ ഫീ ഫലക്, 7 അക്ഷരങ്ങളാണ് അതിലുള്ളത്. ഇവരുടെ പ്രത്യേകത, നമ്മൾ ഇംഗ്ലീഷിൽ മലയാളം എന്നെഴുതിയാൽ അത് തിരിച്ചും മറിച്ചും വായിച്ചാൽ മലയാളം എന്ന് തന്നെ നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ. അതേപോലെ കുല്ലുൻ ഫി ഫലക് എന്നുള്ളത് മറിച്ചും തിരിച്ചും വായിച്ചാൽ അതിൻ്റെ അക്ഷരഘടന ഒരേപോലെയാണ്. ഞാൻ പറഞ്ഞു വന്ന മാജിക് ഇതല്ല. പിന്നെ കുല്ലുൻ ഫി ഫലക് എന്നുള്ളതിലുള്ള ആദ്യത്തെ അക്ഷരത്തിൽ നിന്നും അവസാനത്തെ അക്ഷരത്തിലേക്ക് താഴ്ഭാഗത്തൂടെ അർദ്ധഗോളാകൃതിയിൽ നമ്മൾ ഒരു വര വരക്കുന്നു. അവസാനത്തെ അക്ഷരത്തിൽ നിന്നും ആദ്യത്തെ അക്ഷരത്തിലേക്ക് മുകൾ ഭാഗത്തൂടെ അർദ്ധഗോളാകൃതിയിൽ മറ്റൊരു വര വരക്കുന്നു. ഇങ്ങനെ ഒരേപോലെയുള്ള ഓരോ അക്ഷരങ്ങൾക്കിടയിലും അർദ്ധഗോളാകൃതിയിൽ മുകളിലും താഴെയുമായിട്ട് നമ്മൾ വര വരച്ചാൽ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ഓർബിറ്റ് പോലെയുള്ള ചിത്രമായിരിക്കും. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, കുല്ലുൻ ഫി ഫലക് എന്ന് പറയുന്ന ആ പദങ്ങളുടെ ആശയം എന്ന് പറയുന്നത് ഓരോ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഓരോ പദത്തിനിടയിലും അള്ളാഹു ഒളിപ്പിച്ചു വെച്ച മഹാത്ഭുതം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.